ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 29/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ബോക്സിംഗ് റിങ്ങിലാണെന്നൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾ പൂർണ്ണമായും തളർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഒരു നിമിഷത്തേക്കൊന്ന് പാളുന്നു. അപ്പോഴേക്കും വലിയൊരു പ്രഹരമേറ്റ് നിങ്ങൾ നിലം പതിക്കുന്നു. അത് വളരെ കഠിനമായൊരവസ്ഥയാണ്. അതെ, എഴുന്നേൽക്കണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷെ എതിരാളി വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ മുരളിയിൽ നമ്മുടെ ഈ ആഴത്തിലുള്ള പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇതാണ്. ബാബ നൽകുന്ന ജ്ഞാനത്തിലൂടെ എങ്ങനെ ഈ പഴയ ലോകത്തിന്റെ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തരായി പ്രതിസന്ധികളെ മറികടക്കാമെന്ന് മനസ്സിലാക്കുക. പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? തീർച്ചയായും. എല്ലാവർക്കും ജ്ഞാനമുണ്ട്, ലക്ഷ്യം എവിടെയാണെന്നും അറിയാം. എന്നിട്ടും ഈ പഴയ ലോകം നമ്മളെ വല്ലാതെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, എന്തുകൊണ്ടാണ് നിരന്തരം ഈ വിഘ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ പോരാട്ടത്തെ യഥാർത്ഥത്തിൽ നാം എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രതലം എവിടെയാണ് എന്നത് തന്നെയാണ് ഈ ബോക്സിംഗ് മാച്ച് ഇത്ര കഠിനമാകാൻ കാരണം. ബാബ ഇന്നത്തെ പാഠത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത്, ഈ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഓരോ ബന്ധങ്ങളും പൂർണ്ണമായും ദേഹത്തിൻ്റെതാണ് എന്ന്. ഓഹോ, അപ്പോൾ ബുദ്ധി ഈ പതീത ലോകത്തിൽ ഉടക്കി നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ മായയുടെ മുന്നിലെ വളരെ എളുപ്പമുള്ള ഇരകളാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. അതുകൊണ്ടാണ് ഈ ഭൗതിക ബന്ധങ്ങളിൽ നിന്നെല്ലാം ബുദ്ധിയെ പൂർണ്ണമായും വേർപെടുത്തി ശിവബാബയുമായി മാത്രം ഒരു ആഴത്തിലുള്ള യോഗം സ്ഥാപിക്കാൻ ബാബ ആവശ്യപ്പെടുന്നത്. പക്ഷേ മാനസികമായി നോക്കുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? കാരണം ഈ ഭൗതിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാനാണ് മനുഷ്യർ ജീവശാസ്ത്രപരമായും സാമൂഹികപരമായും പഠിച്ചു വെച്ചിരിക്കുന്നത്. ബാബയുമായി മാത്രം ഒരു ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്. അത് ശരിയാ. ഈ യജ്ഞത്തിൽ അസുരന്മാരുടെ വിഘ്നങ്ങൾ ഉറപ്പായും ഉണ്ടാകുമെന്ന് ബാബ എടുത്തു പറയുന്നുണ്ടല്ലോ. ഡ്രാമയിലത് അടങ്ങിയിട്ടുള്ളതാണ്. അവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതായത്, ഈ യജ്ഞം സർവശക്തനായ ബാബയുടേതാണല്ലോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ബാബയ്ക്ക് ഒറ്റയടിക്ക് ഈ വിഘ്നങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൂടാ? എന്തുകൊണ്ടാണ് അസുരന്മാരുടെ പാപത്തിന്റെ കുടം നിറയാൻ ബാബ അനുവദിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ സർവശക്തനായ ദൈവത്തേക്കാൾ ശക്തി ഈ ഡ്രാമയ്ക്കാണെന്ന് തോന്നില്ലേ? ആത്മീയതയിലെ ഏറ്റവും വലിയൊരു സമസ്യയാണത്. ബാബ സർവശക്തനാണെന്നത് തികഞ്ഞ സത്യമാണ്. എന്നാൽ ബാബ പ്രവർത്തിക്കുന്നത് ഈ ഡ്രാമയുടെ അലംഘനീയമായ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ഡ്രാമ എപ്പോഴും ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായ ഒരു പരിണാമമാണ്, അല്ലാതെ മാന്ത്രികമായ ഇടപെടലുകളല്ല. ശരിയാണ്. സിനിമയിലായാലും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ക്ലൈമാക്സിലെത്തില്ലല്ലോ. അതെ അതെ. പഴയത് നശിച്ച് പുതിയതുണ്ടാകുന്നതിൻ്റെ ഒരു ശാസ്ത്രമുണ്ട് അവിടെ. ഈ പാപത്തിന്റെ കുടം എന്നത് വെറുമൊരു പ്രതീകമല്ല, അതൊരു കോസ്മിക് അളവുകോലാണ്. തികച്ചും അധപ്പതിച്ച ഒരു ലോകം പൂർണ്ണമായും നശിക്കണമെങ്കിൽ അതിന്റെ വിനാശത്തിന്റെ തോത് ഏറ്റവും ഉയർന്ന തലത്തിലെത്തണം. അപ്പോൾ അസുരന്മാർ വിഘ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ തന്നെ അന്ത്യത്തെ വേഗത്തിലാക്കുകയാണ് ചെയ്യുന്നതല്ലേ? തീർച്ചയായും. കുടം നിറയുക എന്നത് ആ പ്രക്രിയയുടെ അവസാന ഘട്ടമാണ്. ഇതിൽ ബാബയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബാബ തന്നെ പറയുന്നുണ്ട്. ബാബയുടെ ജോലി ഡ്രാമയെ നിർത്തിവെച്ച് തടസ്സങ്ങൾ മാറ്റിത്തരിക എന്നതല്ല. മറിച്ച് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് അരങ്ങേറുമ്പോൾ അതിൽ പതറാതെ നിൽക്കാനുള്ള അപാരമായ ശക്തി നമുക്ക് നൽകുക എന്നതാണ്. അപ്പോൾ വിഘ്നങ്ങൾ എന്നത് പഴയ ലോകത്തിന്റെ അവസാനത്തെ പിടപ്പുകൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ അടികൾ നേരിടുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ടാകാറുണ്ടല്ലോ. മനുഷ്യർ അരകൽപ്പം കൊണ്ട് തമോപ്രധാന ബുദ്ധിയുള്ളവരായി മാറിയെന്നും അവരെ ഒറ്റ സെക്കൻഡിൽ ശ്രേഷ്ഠാചാരിയാക്കുകയാണ് ബാബയുടെ ജോലിയെന്നും മുരളിയിൽ പറയുന്നുണ്ട്. അതെ, ബാബ അത് കൃത്യമായി പറയുന്നുണ്ട്. അതാണ്, ഒരു വശത്ത് മാറ്റം ഒറ്റ സെക്കൻഡിൽ സംഭവിക്കുമെന്ന് പറയുന്നു. എന്നാൽ മറുവശത്ത് കർമാതീത അവസ്ഥയിലെത്താൻ, അതായത് ആ സമ്പൂർണ്ണ അവസ്ഥയിലെത്താൻ ഒരുപാട് സമയമെടുക്കുമെന്നും അതുവരെ വിഘ്നങ്ങൾ വരുമെന്നും പറയുന്നു. ഒരു നിമിഷം കൊണ്ട് തിരിച്ചറിവ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ സമ്പൂർണ്ണ മാറ്റത്തിന് ഇത്രയും സമയമെടുക്കുന്നത്? കാരണം ഈ തിരിച്ചറിവും അത് പ്രായോഗിക ജീവിതത്തിലേക്ക് പകർത്തുന്നതും തികച്ചും വ്യത്യസ്തമായ രണ്ട് പ്രക്രിയകളാണ്. ആ ഒറ്റ സെക്കൻഡെന്ന് പറയുന്നത് സത്യം തിരിച്ചറിയുന്ന ആ നിമിഷത്തെക്കുറിച്ചാണ്. താൻ ആരാണെന്നും ബാബയാരാണെന്നും ആത്മാവിന് ഒരു നിമിഷം കൊണ്ട് ബോധ്യപ്പെടുന്നു.
ഒരു സ്വിച്ച് പെട്ടെന്ന് ഓൺ ആകുന്നത് പോലെ അല്ലേ? അതെ, കൃത്യമായിട്ട്. എന്നാൽ കഴിഞ്ഞ 63 ജന്മങ്ങളായി നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയ സംസ്കാരങ്ങളെയും ചിന്താരീതികളെയും മാറ്റിയെടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് മായ രംഗപ്രവേശനം ചെയ്യുന്നത്. വലിയൊരു ബോക്സറെ പോലെ മായ വരും എന്ന് പറയുന്ന ഭാഗം. അതെ, ദുർബലരായവരെ മായ അധികം ശല്യം ചെയ്യില്ല. എന്നാൽ ശക്തമായ പുരുഷാർത്ഥം ചെയ്യുന്നവരുടെ മുന്നിൽ മായ ശക്തമായി തന്നെ അടിക്കും. നമ്മുടെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും. ബാബയുടെ ഓർമ്മയിലിരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും പലപ്പോഴും മനസ്സ് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നത് അതുകൊണ്ടാണ്. ബാബ ഒരു കൊച്ചുകുട്ടിയുടെ ഉദാഹരണം ഇതിൽ പറയുന്നുണ്ടല്ലോ. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവകാശിയാകുന്നുണ്ട്, പക്ഷെ അടുത്ത ദിവസം തന്നെ ആ കുട്ടി രാജാവാകുന്നില്ല എന്ന്. ശരിയാണ്, കുട്ടി വളരണം, അതിന് സമയം വേണം. മായ ചിലപ്പോൾ നമ്മെ തോൽപ്പിക്കും. മായയുടെ അടികൊണ്ട് വീഴുന്നത് നമ്മുടെ പരാജയമല്ല. വീഴുമ്പോഴും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് കർമാതീത അവസ്ഥയിലേക്കുള്ള നമ്മുടെ ആത്മീയ പേശികൾക്ക് ശക്തി ലഭിക്കുന്നത്. നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പോലെയാണിതും. വീഴ്ചകൾ പരാജയങ്ങളല്ല, മറിച്ച് ആത്മീയ വളർച്ചയുടെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നത് വലിയ ആശ്വാസമാണ്. തീർച്ചയായും. പക്ഷേ മായ മനസ്സിനെ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കുന്ന ആ കൊടുങ്കാറ്റിന്റെ സമയത്ത് കേവലം ബുദ്ധിപരമായ അറിവുകൾ മാത്രം നമ്മെ സഹായിക്കില്ലല്ലോ. അവിടെയാണ് ബാബ നൽകുന്ന എളുപ്പവഴികൾ പ്രസക്തമാകുന്നത്. അതെ, ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ബാബ ചില പ്രായോഗിക മാർഗങ്ങൾ പറയുന്നുണ്ട്. ലക്ഷ്മിനാരായണന്മാരുടെയോ ത്രിമൂർത്തിയുടെയോ ചിത്രങ്ങൾ എപ്പോഴും കൺമുന്നിൽ വെക്കണമെന്ന് ബാബ പറയുന്നു. പ്രത്യേകിച്ച് രാവിലെ ഉണരുമ്പോൾ തന്നെ ദൃഷ്ടി അതിൽ പതിഞ്ഞാൽ ബാബയെയും വിഷ്ണുപുരിയുടെ സമ്പത്തിനെയും ഓർമ്മ വരും എന്ന് പറയുന്നു. നമ്മുടെ തലച്ചോറിനെ ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതൊരു സൈക്കോളജിക്കൽ തന്ത്രമാണോ? ഒരു പരിധിവരാതെ. മനുഷ്യന്റെ തലച്ചോർ ദൃശ്യങ്ങളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന ഒന്നാണ്. മായ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ യുക്തിചിന്തകൾ പലപ്പോഴും പ്രവർത്തനരഹിതമാകും. നമ്മൾ പഴയ ശീലങ്ങളിലേക്കോ ഉത്കണ്ഠകളിലേക്കോ ഒക്കെ വഴുതി വീഴും. ഈ സമയത്ത് ബാബ നൽകുന്ന ഈ ചിത്രങ്ങൾ ഒരു ആങ്കർ പോലെ പ്രവർത്തിക്കുന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ വിഷ്ണുപുരിയുടെ ആ മനോഹരമായ ചിത്രം കാണുമ്പോൾ പതീത ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും ബുദ്ധി പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുന്നു. ആ ഒറ്റ നോട്ടം നമ്മുടെ ബുദ്ധിയെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ തിരികെ കൊണ്ടുവരുന്നു. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഈ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ബാബ പറയുന്ന വളരെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ശിവബാബയെയാണ് ഓർക്കേണ്ടത്, അല്ലാതെ ഈ ജ്ഞാനം നൽകുന്ന മാധ്യമമായ ബ്രഹ്മാവിനെയല്ല എന്ന്. അതെ, ബാബ ചോദിക്കുന്നത് കേട്ടില്ലേ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദല്ലാളിനെ ആരും ഓർക്കാറില്ലല്ലോ എന്ന്. ബ്രോക്കറുടെ ഉദാഹരണം എനിക്ക് വളരെ രസകരമായി തോന്നി. നമ്മൾ വീട് വാങ്ങിക്കഴിയുമ്പോൾ ആ വീടിന്റെ ഫോട്ടോ വെക്കും, അല്ലാതെ ആ ഇടനിലക്കാരന്റെ പടം ഫ്രെയിം ചെയ്തു വെക്കാറില്ലല്ലോ എന്നത് ശരിയാണ്. അതെ അതെ, മനുഷ്യർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ബാബ ഇത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ബ്രഹ്മാവ് എന്ന മാധ്യമത്തിലൂടെയാണ് ജ്ഞാനം ലഭിക്കുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ബ്രോക്കറല്ല, വീടാണ്. കാണാൻ കഴിയുന്ന ദേഹത്തോട് ബുദ്ധിയോഗം വെച്ചാൽ ആത്മാവിന്റെ യാത്ര അവിടെ നിന്നുപോകും. ഭക്തിമാർഗത്തിൽ സംഭവിച്ചതും ഇതുതന്നെയല്ലേ? അതെ, ശാസ്ത്രങ്ങളിലെ സത്യം ആട്ടയിലെ ഉപ്പുപോലെ മാത്രമാണെന്ന് ബാബ പറയുന്നു. അഹിംസയുടെ മൂർത്തിഭാവമായ ദേവതകളെ, പ്രത്യേകിച്ച് കൃഷ്ണനെ, ഹിംസ ചെയ്യുന്നവനായി ശാസ്ത്രങ്ങളിൽ ചിത്രീകരിച്ചു. ഗീതയുടെ യഥാർത്ഥ ഭഗവാൻ നിരാകാരനായ ശിവബാബയാണെന്ന് സത്യം മറച്ചുവെച്ച് അത് കൃഷ്ണനാണെന്നവർ തെറ്റിദ്ധരിപ്പിച്ചു. ശരിയായ ലക്ഷ്യസ്ഥാനം കാണിച്ചു തരുന്ന ആങ്കറുകൾ തെറ്റിപ്പോയാൽ ആത്മാവ് വഴിതെറ്റിപ്പോകും. ലോകത്തിലെ പഴയ അറിവുകൾ എന്നത് കാലഹരണപ്പെട്ട ഒരു ഭൂപടം പോലെയാണ്. എന്നാൽ ബാബ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് തികച്ചും വ്യക്തമായ ഒരു GPS ആണ്. കൃത്യമായ ഉപമയാണത്. പക്ഷേ നമ്മൾ ഈ ബാബയെ ഓർക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി ഈ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നതാണ്. കാട്ടിൽ കുടുങ്ങിയവരെ പുറത്തു കൊണ്ടുവന്ന് പൂന്തോട്ടത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന ബാബയുടെ ജോലി നമ്മളും ഏറ്റെടുക്കണം. അവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ജീവിക്കുന്നത് സാങ്കേതികവിദ്യ ഇത്രയും വളർന്ന കാലത്താണ്. എന്നിട്ടും വെറും പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പ്രദർശനിയിലൂടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണെന്ന് ബാബ പറയുന്നു. അതെന്തുകൊണ്ടാണ്? ബാഹ്യമായി നോക്കുമ്പോൾ അങ്ങനെ തോന്നാം.
പക്ഷേ ആത്മാവുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം അവിടെ പ്രധാനമാണ്. ഒരു പ്രൊജക്ടർ സ്ക്രീൻ എന്നത് വെറുമൊരു വിനോദമായോ അല്ലെങ്കിൽ പുതിയൊരു അറിവായോ മാത്രം തലച്ചോർ സ്വീകരിക്കും. കുറച്ചുനേരം അതിൽ കൗതുകം തോന്നും, പിന്നെ അത് മറക്കും. എന്നാൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോൾ അവിടെ ദൃഷ്ടിയിലൂടെയുള്ളൊരു വലിയ ആശയവിനിമയം നടക്കുന്നുണ്ട്. അതായത് ശ്രദ്ധ തിരിഞ്ഞു പോകാതെ ജ്ഞാനം അവരുടെ ഉള്ളിലേക്ക് കടക്കാൻ അത് സഹായിക്കുന്നു. തീർച്ചയായും, നിങ്ങൾ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി ജ്ഞാനം നൽകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ശക്തിയും ലഹരിയും ആ വ്യക്തിയുടെ ആത്മാവിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. 7 ദിവസത്തെ കോഴ്സ് നിർബന്ധമായും നൽകണമെന്ന് പറയുന്നതിന്റെ കാരണവും ഇതാണ്. അതെ, ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങിയാൽ മായ അവരെയെല്ലാം മറപ്പിക്കുമെന്ന് ബാബ പറയുന്നുണ്ട്. അതെ, 84 ജന്മങ്ങളുടെ ചക്രം നമ്മൾ പൂർത്തിയാക്കിയെന്നും ഇനി തമോപ്രധാനത്തിൽ നിന്നും സതോപ്രധാനമാകണമെന്നും അവർക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കി കൊടുക്കണം. ആ 7 ദിവസത്തെ തുടർച്ചയായ ബന്ധമില്ലെങ്കിൽ പുറത്തിറങ്ങുന്ന നിമിഷം തന്നെ മായ ഇത് മായ്ച്ചു കളയും. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ജ്ഞാനം കൊടുക്കാനും അതുവഴി വലിയ ലക്ഷ്യങ്ങൾ നേടാനും നമ്മുടെ ഉള്ളിൽ ചില പ്രത്യേക ഗുണങ്ങൾ ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ബാബ അവസാനം പറയുന്നത്. മനനശക്തിയിലൂടെ ബാബയുടെ സമ്പത്തിനെ സ്വന്തമാക്കുന്ന ദിവ്യബുദ്ധിമാനാകുക എന്നാണ് ബാബ നൽകുന്ന വരദാനം. ജ്ഞാനം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ മനനം ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ ലഹരിയും സന്തോഷവും അനുഭവിക്കാൻ കഴിയൂ എന്ന് ബാബ ഉറപ്പിച്ചു പറയുന്നു. എനിക്കിത് കേൾക്കുമ്പോൾ ആഹാരം ദഹിക്കുന്നതുമായിട്ടാണ് ഉപമിക്കാൻ തോന്നുന്നത്. നമ്മൾ എത്ര പോഷകസമൃദ്ധമായ ആഹാരം കഴിച്ചാലും അത് നമ്മുടെ വയറ്റിൽ കിടന്ന് കൃത്യമായി ദഹിച്ചില്ലെങ്കിൽ ശരീരത്തിന് ഒരു ഊർജവും ലഭിക്കില്ലല്ലോ. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, അത് ദഹിക്കണം. അതുപോലെയാണ് ജ്ഞാനവും. വെറുതെ ക്ലാസ് കേൾക്കുന്നത് ഭക്ഷണം വായിലിടുന്നതിന് തുല്യമാണ്. അതാണ് മനനശക്തി, അല്ലേ? വളരെ കൃത്യം. ബാബ പറയുന്ന ഓരോ പോയിന്റും എടുത്ത് ബുദ്ധിവെച്ച് താരതമ്യം ചെയ്യുന്ന പ്രക്രിയയാണ് മനനം. ആ അനുഭവത്തിൽ നിന്നാണ് ആരും തകർക്കാത്ത ആന്തരിക സന്തോഷം ജനിക്കുന്നത്. അങ്ങനെ ദഹിപ്പിച്ചെടുത്തൊരാത്മാവിനെ ലോകത്തെ ഒരു വസ്തുവിനും ഇളക്കാൻ കഴിയില്ല. ഈ ആന്തരിക ശക്തിയുടെ ഒരു ബാഹ്യമായ പ്രകടനത്തെക്കുറിച്ച് ബാബ പറയുന്നുണ്ട്. മഹാനാകാൻ മധുരതയും നമ്രതയും ശീലിക്കുക എന്നതാണ് ബാബ നൽകുന്ന അവ്യക്ത സൂചന. വിനീതരാകുന്നതുകൊണ്ട് വില കുറഞ്ഞു പോകുമെന്ന് ചിന്തിക്കരുതെന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. അതെ. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, എല്ലാവരും സ്വയം പ്രകടിപ്പിക്കാൻ മത്സരിക്കുന്ന ഈ ലോകത്ത് വിനയം കാണിക്കുന്നത് ഒരുതരം തോൽവിയല്ലേ എന്ന് ആളുകൾ ചിന്തിക്കില്ലേ? ഇന്നത്തെ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നാം. പക്ഷേ ബാബ നമ്മളോട് വലിയൊരു ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാനാണ് പറയുന്നത്. അല്പകാലത്തേക്കുള്ള ലോകത്തിന്റെ ബഹുമാനമല്ല ഇവിടെ കാര്യം. അഹങ്കാരത്തിന് എപ്പോഴും വലിയ ശബ്ദമായിരിക്കും, എന്നാൽ യഥാർത്ഥ ശക്തി എപ്പോഴും ശാന്തമായിരിക്കും. ശരിയാണ്. ഇതിന്റെ പ്രതിഫലം എന്താണെന്ന് ബാബ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിനയം കാരണം കൽപ്പകാലം മുഴുവൻ ആത്മാക്കൾ നിങ്ങളെ നമസ്കരിക്കും. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ആളുകൾ നിങ്ങളെ ഹൃദയം കൊണ്ട് ബഹുമാനിക്കും. പിന്നീട് ദ്വാപര കലിയുഗങ്ങളിൽ കുനിഞ്ഞു നിന്നും നമസ്കരിക്കും. ശാശ്വതമായ ബഹുമാനം നേടുന്നതിനെക്കുറിച്ചാണ് ബാബയുടെ സമർത്ഥിക്കുന്നത്. എത്ര വലിയൊരു തിരിച്ചറിവാണത്! നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി സംഗ്രഹിക്കുകയാണെങ്കിൽ, പഴയ ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുക, ഡ്രാമയെ മനസ്സിലാക്കി വിഘ്നങ്ങളിൽ തളരാതിരിക്കുക. അതെ. പിന്നെ മായയോടുള്ള പോരാട്ടത്തിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യമോർക്കുക. തീർച്ചയായും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുക, കൂടാതെ ഈ മനനശക്തിയിലൂടെയും വിനയത്തിലൂടെയും ദിവ്യബുദ്ധി നേടുക. പ്രിയ ശ്രോതാവേ, നമ്മൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ബാബ പറഞ്ഞ ആ വിനയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്പനേരത്തേക്കുള്ള ഈ ലോകത്തിന്റെ കയ്യടികൾ നേടാൻ വേണ്ടി എന്നേക്കുമായുള്ള നിങ്ങളുടെ ആത്മീയ മൂല്യങ്ങളെയും യഥാർത്ഥ ബഹുമാനത്തെയും നിങ്ങൾ എവിടെയെങ്കിലും ബലി കഴിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നിങ്ങൾക്ക് ഊർജ്ജമാകട്ടെ. ഓം ശാന്തി.